നോക്കിയാ കഴിച്ചു. ഓ ഒരു കണക്കിനെ ഷൂട്ട് വന്നതും അവിടെ നിന്ന് നിങ്ങളെ പറഞ്ഞു വിട്ടൊക്കെ നന്നായി. എന്തോ നദിയായി പറയുന്നത്? അവരവിടുന്ന് വിട്ടത് നന്നായെന്നാ പറയുന്നേ? അയ്യോ അങ്ങനല്ല, അതുകൊണ്ടല്ലേ നീലമ്മ ഇവിടെ വന്നിരുന്നതും കുറെ നേരം നമുക്കെല്ലാം കൂടെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റി. ഓ അത് അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവോ? ചേരുമ്പോളെ ചൂടുണ്ട്, നോക്കി കുടിക്കും. ഷൂട്ടിങ് ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. നീലു, ഞാനേ ജസ്റ്റ് അവിടെ ഇങ്ങനെ എത്തി നോക്കിയപ്പോൾ ഒന്ന് കേട്ടതാ, എനിക്കറിയില്ല സത്യമാണോന്ന്. ചിലപ്പോൾ ഷൂട്ടേ വെളുപ്പാങ്കാലം വരെ പോകാൻ ചാൻസ് ഉണ്ട്. ആണോ? ആണെങ്കിൽ എന്താ, നീ ഇവിടെ റൂം ഉണ്ടല്ലോ, ഇവിടെ കിടക്കണം, നാളെ ഇവിടുന്ന് ഓഫീസിൽ പോകണം, ഭക്ഷണമൊക്കെ ഇവിടെ ആക്കി തരും. അയാളെന്ത്? അയാള് ഈ ചേച്ചിയുടെ ഭർത്താവ് ബാലുവാ? ആ. ബാലു അവിടെ നിങ്ങളെ ഷൂട്ടിങ് നടക്കണോണ്ട് അവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ, പുറത്തേക്ക് പോയി. എവിടെ ഉണ്ടെങ്കിലും പുള്ളിയെ പെട്ടെന്ന് വിളിച്ചു വരുത്തണം. ഇവിടെ ഷൂട്ടിംഗ് മുടങ്ങിയിരിക്കുക. ഒരു ബാലോച അതിന്റെ ഡയറക്ടർ ഒന്നുമല്ലല്ലോ, പിന്നെ എങ്ങനെ ഷൂട്ട് തുടങ്ങുന്നു? ഡയറക്റ്റ് ചെയ്യാൻ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. അയാൾ ആ ജനറേറ്റർ കുളമാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. പെട്ടെന്ന് വിളിച്ചു വരുത്തണം. ഇവിടെ ബാലു സാറേ. അല്ല, ഈ വീട് ഷൂട്ടിന് വേണമെന്ന് പറയാൻ വന്നേടാ? അല്ല അല്ല, എന്ന് വിളിച്ചാ ബാലു ബാലു സാറാ? നേരത്തെ വിളിച്ചതല്ലേ? അല്ല ബാലു സാർ, എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നോട് ക്ഷമിക്കണം. ആ, ഞങ്ങളുടെ ഷൂട്ട് ഇവിടെ മുടങ്ങിയിരിക്കുക. ആ, ജനറേറ്റർ കേടായിരിക്കുക. ആണോ? നിങ്ങൾ വലിയ കൊട്ടാരത്തിന് ഷൂട്ട് ചെയ്താണല്ലേ? ജനറേറ്റർ ശരിയാക്കി എടുത്തിട്ട് ഷൂട്ട് അങ്ങ് ചെയ്യ്. ബാലു സാറേ, വന്ന് ആ ജനറേറ്റർ ഒന്ന് ശരിയാക്കി തരണം. ഞങ്ങളുടെ സെറ്റിൽ എല്ലാവരും ശ്രമിച്ചു നോക്കി. ബാലു സാർ കൈവച്ചത് ബാലു സാർ തന്നെ ശരിയാക്കിയാലേ ശരിയാകത്തുള്ളൂ. എങ്ങനെ ഇരിക്കണേ കേശു? ബാലു കൈവച്ച സാധനം ബാലു കൈവച്ചാലേ ശരിയാവും. ലോകത്ത് എല്ലാവർക്കും അറിയാം ബാലുവേ ഇലക്ട്രോണിക്സ് അഗ്രേണിയൻ. അതെനിക്കറിയാം. ബാലു സാർ എങ്ങനെയാലും അതൊന്ന് ശരിയാക്കി തരണം പ്ലീസ്. അതെ, നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് ഈ മലയാള സിനിമയുടെ ശാപം. മലയാള സിനിമ നശിപ്പിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ്. മലയാള സിനിമയെ ഓർത്ത്, ജെ.സി. ഡാനിയലിനെ ഓർത്ത് ഞാൻ ജനറേറ്റർ ശരിയാക്കി തരാം. പക്ഷേ വിത്തിൻ സെക്കൻഡ് ഷൂട്ടിങ് റെഡിയാക്കിയിട്ട് സ്ഥലം വിട്ടോ. ഞങ്ങൾ പൊക്കോളാം, ഉടനെ പൊക്കോളാം. ഉടനെ പ്ലീസ് പ്ലീസ്. ശരി, ഒരു കേറ്, ചായ കുടിച്ചിട്ട് ആ ജീവിച്ചു പോട്ട് പോട്ടാ. അങ്ങോട്ട് പറഞ്ഞില്ല, ഇവിടെ തന്നെ കിടക്കാൻ തീരുമാനിച്ചാ? മിക്കവാറും ഇവിടെ തന്നെ കിടക്കേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ. അവിടെ പോയി കൈവച്ചല്ലേ ജനറേറ്ററിൽ. ഈ അവർക്ക് ഈ കാലത്ത് അങ്ങനെ ഷൂട്ടിങ് തീർക്കാൻ പറ്റുമോ അവിടെ? സത്യം പറഞ്ഞ കേടാക്കിയത് ഇപ്പോഴാണ് ഉപകാരമായത്. അതെന്ത് പോയി? അച്ഛനെങ്ങനെ കേടാക്കിയത് അറിയില്ല. അപ്പൊ ഇതെങ്ങനെ നന്നാക്കാൻ പോണു? അറിയില്ല. എടാ കേശു, ഇത്രയും നാളായിട്ട് എനിക്കൊരു സാധനം നന്നാക്കാറുള്ളത് നിനക്കറിയില്ല?